ലയൺസ് ക്ലബ്ബ് ഓഫ് രാമപുരം ടെമ്പിൾ ടൗൺ രാമപുരത്തെ രണ്ട് പ്രധാന സ്കൂളുകളായ രാമപുരം SH ഗേൾസ് ഹൈസ്കൂളിലും രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ബോയ്സ് ഹൈസ്കൂളിലെയും കുട്ടികൾക്കായി ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ ഹോസ്പിറ്റൽ തിരുവല്ലയുടെ സഹകരണത്തോടെ സൗജന്യ മെഗാ നേത്ര പരിശോധനയും കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകളും വിതരണം ചെയ്തു. സെന്റ് അഗസ്റ്റിൻസ് ബോയ്സ് ഹൈസ്കൂളിലെ പരിപാടിയുടെ ഉദ്ഘാടനം രാമപുരം ടെമ്പിൾ ടൗൺ പ്രസിഡന്റ് മനോജ് കുമാർ കെയുടെ അധ്യക്ഷതയിൽ രാമപുരം ഫെറോന വികാരി റവറന്റ് ഫാദർ ബർക്ക്മാൻസ് കുന്നുമറം നിർവഹിച്ചു. ലയൺസ് 318B ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സാബു മാത്യു, ഹെഡ്മാസ്റ്റർ സാബു തോമസ്, മാർക്കറ്റിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് കുമാർ മുരളീധരൻ, പ്രോജക്ട് കോർഡിനേറ്റർ രമേശ് ആർ നായർ, തിരുവല്ല ഐ ഹോസ്പിറ്റൽ കോർഡിനേറ്റർ ശ്രീജിത്ത് വി, ഫാദർ ജോമോൻ പറമ്പിൽത്തടം എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. രാമപുരം SH ഗേൾസ് ഹൈസ്കൂളിലെ പരിപാടിയുടെ ഉദ്ഘാടനം രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിസമ്മ മാത്തച്ചന്റെ അധ്യക്ഷതയിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോണി കുര്യച്ചിറ നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് കുമാർ കെ വിഷയാവതരണവും ലയൺസ് 318B ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണവും നടത്തി. ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ എലിസബത്ത് ടോംസ്, നെൽസൺ അലക്സ്, PTA പ്രസിഡന്റ് ദേവസ്യ AJ, മാർക്കറ്റിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് കുമാർ മുരളീധരൻ, പ്രോജക്ട് കോർഡിനേറ്റർ രമേശ് ആർ നായർ, തിരുവല്ല ഐ ഹോസ്പിറ്റൽ കോർഡിനേറ്റർ ശ്രീജിത്ത് വി, ലയൺ മനോജ് N എന്നിവരും ചടങ്ങിൽ പ്രസംഗിച്ചു. മെഗാ നേത്രപരിശോധന ക്യാമ്പിൽ 500ഓളം കുട്ടികളുടെ നേത്രപരിശോധന നടത്തുകയും 100ഓളം കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുകയും ചെയ്തു. നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് സർവീസ് പ്രൊജക്റ്റുകളുണ്ട്. ഒരു സ്കൂളുകളിലെല്ലാം നമ്മൾ എൻവയർമെൻറ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വീണ്ട സൂപ്പർ എർലി പ്ലാവിൻ തൈകൾ നൽകുകയുണ്ടായി. ഈ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ. നമ്മൾ ഓരോ സ്കൂളിലും മുഴുവൻ കുട്ടികൾക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡയാലിസിസ് കിറ്റുകൾ, കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തിമിര ശസ്ത്രക്രിയകൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ തിമിര ശസ്ത്രക്രിയകൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ സർവീസ് പ്രൊജക്റ്റുകൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ വർഷം നമ്മുടെ ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ സൈറ്റ് ഫോർ കിഡ്സ് എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂളിലെ അതുപോലെ തന്നെ സെൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിലെയും ഏകദേശം 100ഓളം കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കണ്ണടകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇനി ഇഷ്ടംപോലെ ക്യാമ്പുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ മണ്ണിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് വളരെയധികം സർവീസ് പ്രൊജക്റ്റുകൾ ചെയ്തു വരികയാണ് നമ്മുടെ ക്ലബ്ബ്. ഈ രാമപുരത്ത് എനിക്കറിയാവുന്നിടത്തോളം 2 ലയൺസ് ക്ലബ്ബുകളാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ അമ്പലത്തോട് ബന്ധപ്പെടുത്തി 4 അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബ്ബാണ് ഇന്ന് ഇവിടെ ഈ സാമൂഹ്യ ആതുര ശുശ്രൂഷ പ്രവർത്തനം നടത്തുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ സ്കൂൾ പ്രവർത്തനങ്ങളിൽ ഏറെ സഹായവും സഹകരണവും നൽകുന്ന ഇത്തരം ക്ലബ്ബുകളുടെ സാന്നിധ്യം നമുക്ക് വളരെ ആശ്വാസകരമാണ്. പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ, അത് സാമൂഹികമായിട്ട് അതുപോലെ തന്നെ ശുശ്രൂഷ രംഗത്തേതും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക് സാധിക്കുന്ന വിധത്തിലുമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൽ നമ്മെ സഹായിക്കുന്ന സന്നദ്ധ സംഘടനകളാണ്, NGOs ആണ് ഈ ലയൺസ് ക്ലബ്ബുകാർ. ഇവിടെ രാമപുരത്തെ ടെമ്പിൾ ടൗൺ ലയൺസ് ക്ലബ്ബ് ആദ്യമായിട്ടല്ല ഇവിടെ പ്രോഗ്രാമുകളായിട്ട് വരുന്നത്. ഇതിന് മുൻപ് പല പ്രോഗ്രാമുകൾക്കും വന്നിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉപകാരവും സഹായവുമാണ് ഇവരുടെ സാന്നിധ്യം. നമ്മുടെ ഗേൾസ് ഹൈസ്കൂളിൽ ഇന്ന് രാവിലെ മുതലുള്ള ക്യാമ്പ് ഉണ്ടായിരുന്നു. ഏതാണ്ട് 270 കുട്ടികളെ എങ്കിലും അവർ പരിശോധിക്കുകയും 100-നടുത്ത് കുട്ടികൾക്ക് കണ്ണടകൾ സൗജന്യമായിട്ട് നൽകുകയും ചെയ്തു. ഇവിടെയും അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് കണ്ണട നൽകുന്നതിനും പരിശോധന നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. കണ്ണില്ല എങ്കിൽ കാഴ്ചയില്ലാത്ത ഒരു ജീവിതമാണ് പറയുന്നത്. നാം ഏവരെയും സംബന്ധിച്ച് അത് ചിന്തിക്കാൻ പറ്റിയ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാഴ്ചയില്ലെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലും പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കണ്ണിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. കാരണം നമുക്കറിയാം, ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് അത് ഞങ്ങളായിക്കോട്ടെ എല്ലാവർക്കും ഫോണൊക്കെ കാണുമല്ലോ പേഴ്സണലായിട്ട്. കൊറോണ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഫോൺ മേടിച്ചു കൊടുക്കുന്ന, അതായത് സ്കൂളിൽ ക്ലാസ്സിലായിരുന്നു, ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഫോണുണ്ട്. അപ്പോൾ ഫോണിൽ ഉപയോഗം തുടങ്ങിയപ്പോൾ
കാഴ്ചയുടെ പ്രശ്നം നമുക്ക് ഏവർക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരെ പ്രകാരം നമ്മുടെ 2 സ്കൂളുകൾ തിരഞ്ഞെടുത്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. രാവിലെ നമ്മുടെ ഗേൾസ് സ്കൂളും കഴിഞ്ഞ് ബോയ്സ് സ്കൂളുമാണ്. അപ്പോൾ ഈ അവസരം നമുക്ക് നന്നായിട്ട് വിനിയോഗിക്കാം. ഇതിന് നേതൃത്വം വഹിച്ച ലയൺസും രാമപുരം ടെമ്പിൾ ടൗണിനെയും അതുപോലെ ഇന്ന് ഇവിടെ ഈ നേതൃ ചികിത്സാ ക്യാമ്പ് നടത്തുന്ന തിരുവല്ലയിൽ നിന്ന് വന്ന ഹോസ്പിറ്റലിനെയും അവിടുത്തെ ഡോക്ടേഴ്സിനെയും എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. 200 പേരുടെ കണ്ണ് പരിശോധിച്ച് അവർക്ക് ആവശ്യമായവർക്കെല്ലാം കണ്ണടകളും വിദഗ്ധ ചികിത്സയും കൊടുക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പ് രാമപുരത്ത് തന്നെ ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. ഇപ്പോൾ ഇത് 3ാമത്തെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നു. ഇതിൽ 2 പ്രോഗ്രാമുകൾ രാമപുരം ടെമ്പിൾ ടൗൺ ലയൺസ് ക്ലബ്ബാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ലയൺസ് ക്ലബ്ബിന്റെ ഈ പ്രോഗ്രാമുകളൊക്കെ ഇതുപോലെയുള്ള ഒട്ടേറെ പ്രോഗ്രാമുകളുണ്ട്. വീടില്ലാത്തവർക്ക് വീട്, വിശക്കുന്നവർക്ക് ആഹാരം, ഡയാലിസിസ് കിറ്റുകൾ, ഷുഗർ പേഷ്യന്റിന്റെ ഇൻസുലിന്, വിശക്കുന്നവർക്ക് ആഹാരം, വിവാഹ സഹായം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിന്റെയും ഭാരതത്തിന്റെയും ഒക്കെ ഭാവി വിദ്യാർത്ഥികളിലും യൂത്തിലുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകൾ, ലയൺസ് ഫസ്റ്റ്, പീസ് ഫസ്റ്റ് കോൺഗ്രസ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലയൺസ് പ്രീവെർണൈറ്റ് എന്ന് പറയുന്നത് കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ടയിൽ ഉൾപ്പെട്ട ഈ 3 ജില്ലകളാണ് ലയൺസ് പ്രീവെർണൈറ്റ്. ഇതിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും മോട്ടിവേഷൻ ക്ലാസ്സുകളിലും ലഹരിവിരുദ്ധ ക്ലാസ്സുകളിലും ഫോണിന്റെ ദുരുപയോഗം തടയുന്നതിനുള്ള ക്ലാസ്സുകളിലെല്ലാം എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നേത്ര പരിശോധനാ ക്യാമ്പുകൾ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ ഇങ്ങനെയുള്ള ക്യാമ്പുകളും എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. എല്ലാവരുമായി ഒന്നിച്ചും ഒരു സൗഹൃദത്തിനും ഒക്കെ ഒരു ഇടയാക്കുന്നത് നമ്മുടെ ഈ ക്ലബ്ബുകളുടെ രൂപീകരണവും അതുപോലെയുള്ള അവരുടെ പ്രവർത്തനവുമാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കൂടുതൽ ബന്ധങ്ങൾ ആഴപ്പെടുത്തുവാൻ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഏകദേശം 4 വർഷത്തോളമായി ഈ ക്ലബ്ബ് രാമപുരത്ത് രൂപീകൃതമായിട്ട് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് വളരെയധികം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ്. ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏറ്റവും അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുന്നു. 2 ആളുകൾ ലോകത്തുണ്ട്. ഒന്ന് അന്ധരായിരിക്കുന്നവർ, മറ്റൊന്ന് അന്ധരായി മാറ്റപ്പെടുന്നവർ. നമുക്ക് നൽകിയിരിക്കുന്ന, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയം കണ്ണാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയാറുണ്ട്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയണം, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചൊല്ലിങ്ങനെയാണ്, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല, പക്ഷെ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയണം. കണ്ണിന്റെ വില അറിയാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് കണ്ണിനെ ശരിയായി ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ലോകത്തിന്റെ വെളിച്ചമായി മാറാൻ നമുക്ക് കഴിയണമെങ്കിൽ വെളിച്ചമുള്ള കണ്ണ് അനിവാര്യമാണ്. നിങ്ങളുടെ കണ്ണുകൾ തെളിവുള്ളതാകുവാൻ തക്കവിധ കണ്ണുകളെ പരിപാലിക്കുവാൻ നിങ്ങൾ കഴിയട്ടെ. അന്ധരായി മാറ്റപ്പെടാതെ കണ്ണിനെ പരിപാലിച്ച് കണ്ണിന്റെ കൃഷ്ണമണി നൽകുന്നതാണ് കൺപോളകൾ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നതുപോലെ തന്നെ നമുക്ക് സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാം. കണ്ണുകൾ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നിലയിൽ അതിന് വേണ്ട പരിചരണം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടനകളിൽ വിടുക. വലിയ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ലയൺസ് ക്ലബ്ബ് കുട്ടികളുടെ ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതമാകാൻ സാധ്യതയുള്ള ഒരു അവയവം നേത്രമാണ്. കാരണം മൊബൈലിന്റെ അമിത ഉപയോഗം കുട്ടികളുടെ കണ്ണുകളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുമാണ് ലയൺസ് ക്ലബ്ബ് ഇത്തരം ഒരു പ്രോഗ്രാം നടപ്പിലാക്കാനായിട്ട് സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും അത് വളരെ യുക്തമായ ഒരു കാര്യമാണ്. 5-6 മണിക്കൂർ മൊബൈലിന്റെ സ്ക്രീൻ നോക്കിയിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കണ്ണ് കാണുമ്പോഴേ അറിയാം. മൊബൈൽ നോക്കുന്നവർ ഏതായാലും മൊബൈൽ നോക്കുന്ന കൃത്യം പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നേത്രം വലിയ സാർ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ, ഏറ്റവും നമ്മുടെ ലോകത്ത് കാഴ്ചകൾ മുഴുവൻ കാണുന്ന അവയവം എന്നുള്ളത് കണ്ണാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന് വിലയറിയില്ല എന്ന് പറഞ്ഞത് വളരെ സത്യവുമാണ്. കാഴ്ചയില്ലാത്തവരെയും കാഴ്ചയുടെ മാഹാത്മ്യം പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള
മാനവികത തോന്നുന്ന പ്രവർത്തനങ്ങൾ തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും സമ്പത്തുണ്ട്, പക്ഷെ പങ്കുവയ്ക്കാനുള്ള മനസ്സാണ് ഏറ്റവും നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ സമൂഹത്തിൽ വിധേയരാക്കി മാറ്റുന്നത്. ലയൺസ് ക്ലബിന്റെ ഐഡന്റിറ്റി തന്നെ മാനവികതയാണ്. അത് ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങൾ ഇളം തലമുറയ്ക്ക് ഒരു വലിയ പ്രചോദനമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. മുൻപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ലബ്ബ് നടത്തി വരുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. വളരെയേറെ വ്യത്യസ്തമായ മേഖലകളിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലും പരിസരത്തും ഉള്ള അനേകർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തു വരുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബൈബിളിൽ ഒരു തിരുവചനമുണ്ട്, എല്ലാവർക്കും അറിയാം, കണ്ണ് ശരീരത്തിന് വിളക്കാണ്. ശരിയാണ്, കണ്ണ് വെളിച്ചമുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. അത് എല്ലാ തരത്തിലും ശരിയാണ്. അതിൻ്റെ അന്തരാർത്ഥത്തിൽ നോക്കിയാലും ബാഹ്യാർത്ഥത്തിൽ നോക്കിയാലും കണ്ണ് പ്രകാശമുള്ളതാണെങ്കിൽ, കാഴ്ചയുള്ളതാണെങ്കിൽ നമ്മൾക്ക് ശരിയായ കാഴ്ചയുണ്ടാകും, കാഴ്ചപ്പാടുമുണ്ടാകും. ഈ സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണ് പരിശോധന ക്യാമ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അറിവ് സമ്പാദനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിയാൽ ഏകദേശം 90% അറിവ് നമ്മൾ നേടുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയാണ്. മുഖത്തിന് അനുയോജ്യമായ കണ്ണടകൾ അവർക്ക് തന്നെ, കുട്ടികൾക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുള്ള വെച്ചുകൊണ്ടാണ് നിങ്ങൾ ക്യാമ്പ് നടത്തുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ഫ്രെയിം അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടെ നിങ്ങൾ നൽകുന്നുണ്ട്. നമുക്ക് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിം, എല്ലാവരും ഫ്രെയിമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടതും ചോയ്സ് ഒത്തിരി ഉള്ള, സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിം കൊണ്ടു തരിക എന്നുള്ളതിനേക്കാളുപരി അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ ഇവിടെ വെച്ച് കൊടുക്കാനൊക്കുന്നവർക്ക് നമ്മൾ ഇന്ന് പ്രിസ്ക്രിപ്ഷൻ ഇത് ചെയ്യുന്നവർക്ക്, സെലക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ഇവിടെ വെച്ച് അടുത്ത ചൊവ്വാഴ്ച കൊണ്ടുതരും. പിന്നെ കുറച്ച് പേരെ ഡയലേറ്റ് ചെയ്ത് മരുന്നൊഴിച്ച് പരിശോധിച്ചതിന് ശേഷം കണ്ണടയ്ക്ക് കുറിച്ച് ചേർത്ത കുറച്ച് ആൾക്കാരുടെ അവരുടെ ലിസ്റ്റ് നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നതായിരിക്കും. ഇവിടെ അവർ സൂചിപ്പിച്ചു, ലയൺസ് ക്ലബ്ബ് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത്. നമുക്കറിയാം, ചെറുതും വലുതുമായിട്ടുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്ന സമയത്ത് അത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ട് എങ്കിൽ പോലും ആ സാമ്പത്തിക ബാധ്യതകൾ പലയിടങ്ങളിൽ നിന്ന് സ്വരൂപിച്ചുകൊണ്ട് സമൂഹത്തിൽ ആവശ്യം വരുന്ന വ്യക്തികളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വലിയ മഹത്തായിട്ടുള്ള ഒരു പ്രക്രിയയാണ് വാസ്തവത്തിൽ ലയൺസ് ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ ലയൺസ് ക്ലബിൻ്റെ രാമപുരത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ഇതിൻ്റെ അധ്യക്ഷൻ മനോജ് കുമാർ സാറിനെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും നിങ്ങളുടെ പ്രവർത്തനത്തിന് നാളുകളിൽ കൂടുതൽ ഉത്തേജനം നൽകുവാനായിട്ട് കഴിയട്ടെ. അദ്ദേഹം മറുപടി പറഞ്ഞു, ഒരിക്കൽ ഞാൻ ഒരു ഓർഫനേജിലെ കുട്ടികൾക്ക് വീൽ ചെയർ നൽകി മടങ്ങുമ്പോൾ അതിലൊരു കുട്ടി എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സാർ ഒരു നിമിഷം കൂടി എൻ്റെ മുന്നിൽ നിന്നിരുന്നുവെങ്കിൽ സാറിൻ്റെ മുഖം എനിക്കെൻ്റെ മനസ്സിൽ ഒപ്പിയെടുക്കുവാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ നാം സ്വർഗത്തിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അങ്ങയെ ഒരിക്കൽ കൂടി ഓർമ്മിക്കുവാനും അങ്ങയോട് നന്ദി പറയുവാനും എനിക്ക് സാധിക്കുമായിരുന്നു. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളാണ് സമൂഹത്തിലെ നിരാലംബരായ ആളുകൾക്ക് തുണയായിട്ട് മാറുന്നത്. ഈ ഒരു മഹനീയമായ ആദർശം നെഞ്ചിലേറ്റി പ്രവർത്തിക്കുന്ന രാമപുരം ടെമ്പിൾ ടൗൺ ലയൺസ് ക്ലബിൻ്റെ നന്മ പ്രവൃത്തികൾ എത്രയോ ആളുകൾക്കാണ് ആശ്വാസമായിട്ട് മാറിയിട്ടുള്ളത്. ഇന്നത്തെ ഈ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് വളരെ മികച്ച രീതിയിൽ ഇവിടെ ക്രമീകരിച്ചതിന് പിന്നിൽ ലയൺസ് ക്ലബിൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിൻ്റെ കനിവിൻ്റെ നനവുള്ള മനസ്സുണ്ട്. അവരുടെ ഈ നന്മയെ നമ്മളെല്ലാവരും ഇപ്പോൾ നന്ദിയോടെ ഓർമ്മിക്കുകയും അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്.